ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ. ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഉയർത്തുവാൻ വേണ്ടിയുള്ള ഒരു ജീവിതമാണ്. അവർക്ക് വേണ്ടി അലിഞ്ഞില്ലാതായി തീരുവാനുള്ള ഒരു ജീവിതമാണ്. അതാണ് നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 41-ാം തിരുവചനം. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോവുക. 1 മൈൽ പോകാനായിട്ട് നിർബന്ധിക്കുകയാണ്, നിർബന്ധത നീ പോവുകയാണ്. ഈശോ പറയുകയാണ്, നീ 2 മൈൽ പോകാൻ തയ്യാറാകുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ പോക്ക് സന്തോഷത്തോടു കൂടി ആയിരിക്കട്ടെ. ജീവിതത്തിൽ നിന്നെ ഒരു കാര്യത്തിനു വേണ്ടി ഈശോ ക്ഷണിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു എക്സ്ട്രാ മൈൽ സഞ്ചരിക്കുവാനായിട്ട്, ഒരു എക്സ്ട്രാ പ്രവൃത്തി ചെയ്യുവാനായിട്ട്, ഒരു എക്സ്ട്രാ സ്നേഹം കാണിക്കുവാനായിട്ട്, ഒരു എക്സ്ട്രാ പുഞ്ചിരി കൊടുക്കുവാനായിട്ട്. അത് ക്രിസ്തീയ ജീവിതം എന്ന് പറയാം. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ നിന്നെപ്പോലെ എക്സ്ട്രാ ദൂരം സഞ്ചരിക്കുവാനായിട്ട്, എക്സ്ട്രാ സ്നേഹം കാണിച്ചു കൊടുക്കാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ, അഭിഷേകം കൊണ്ട് നിറയപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, ഉന്നതന്നി അത്യുന്നതന്നി അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവം.